അയ്യോ എന്താട്ടാ ഈ തൊലി ഇങ്ങനെ വലിയുമ്പോഴേ ഭയങ്കര വേദന. ഇനിയുണ്ട് ഒരു ഗുളികയും കൂടി. ഇനി എന്തിനു എന്താ ഈ ഗുളിക തന്നെ തിന്നോണ്ടിരിക്കണത്? അത് പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അത് പിടിച്ചേ. അപ്പൊ രാവിലെ കഴിച്ചല്ലോ. അതെല്ലാം ഗുളികയൊക്കെ കഴിക്കണം. ആന്റിബയോട്ടിക് ആണ്. വാഴഞ്ചേ ആ വെള്ളം കുടിക്ക്. കള്ളത്തിന് കാണിക്കണം. അങ്ങോട്ട് മാറത്തേട്ടാ. ഇപ്പൊ വേനയുണ്ടോ? ഈ കൈ അങ്ങനെ പൊക്കുമ്പോ ഭയങ്കര വേദന. കൈ പൊക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ, പിന്നെന്തിനു പൊക്കി നോക്കണേ? വെള്ളം കുടിച്ചോ നല്ലോണം. മതി. ഇത്രയും ഗുളിക കഴിക്കണല്ലേ? ഇതെന്താടാ ഇത്? ഇത് ഇത്തിരി പെയിന്റും ബ്രഷും ഒക്കെയാണ്. അത് ശരി. രോഗിയെ കാണാൻ വരുമ്പോ പെയിന്റും ബ്രഷൊക്കെ ആയിട്ടാണ് വരുന്നത്. വല്ല ആപ്പിള മുദ്രയൊക്കെ വാങ്ങിച്ചു വന്നൂടെ? ഞാനേ ഇച്ചിരി സാധനങ്ങൾ മേടിക്കാൻ മാർക്കറ്റിൽ പോയ വഴി സത്യേട്ടനെ കണ്ടിട്ടൊന്ന് പോവാന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോ എവിടെയാ? ഇത് നമ്മുടെ ബെന്നി സാറിന്റെ വീട്ടിലേ ആ റിസോർട്ടിൽ ഒരു മുറി മുഷിഞ്ഞിട്ടുണ്ട്. ആരാണ്ടെന്തോ ബീഫ് തിന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചതിന്റെ പാട് കിടക്കുന്നു. അപ്പൊ ഒന്ന് മെനയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇത്തിരി പൈസ തന്നപ്പോ ആ സാധനവും മേടിച്ച് ആ പണി ചെയ്യാന്ന് ഓർത്താണ്. അല്ല ഉള്ളിനെ കണ്ടപ്പോ പറഞ്ഞല്ലോ ആശാന് 10-20 ദിവസം കഴിഞ്ഞിട്ട് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞപ്പോ നീ ഒന്ന് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ട് പണി പിടിക്കാണ്. അങ്ങനെയൊന്നുമില്ല. ആശാൻ വരുമ്പോ വൈകുമല്ല. അപ്പൊ അത്യാവശ്യമായിട്ടൊരു ഗസ്റ്റ് വരും. അപ്പൊ ഒന്ന് മെനയാക്കാൻ പറഞ്ഞോണ്ട് ഏറ്റാണ്. ആശാനോട് പറയാതെ ഞാൻ പണി പിടിക്കൂ. അല്ല ഇപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞിപ്പോ? ഇതിപ്പോ 2 ആഴ്ച കഴിയുമ്പോ ഡോക്ടർ പറയും ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോന്ന്. എനിക്ക് തോന്നാനുള്ള. അത് നിനക്ക് തോന്നില്ല? പിന്നെ 2 ആഴ്ച കൊണ്ട് ഇത് ഭേദാവെന്നാ വിചാരിക്കണ്. മുഖമൊക്കെ എംബൈന്റെ പേപ്പർ പിടിച്ച പോലെയല്ല. പ്രൈമറും കൂടി അടിച്ചാ മതി. അതേ അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാൻ ചോദിക്കാൻ പറ്റിയില്ല എന്താ ഉണ്ടായത് സത്യത്തില്. അന്ന് നമ്മൾ ആ മന്മഥന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് വൈകിട്ടല്ലേ പണി മാറ്റിയത്. ഒരു 8 മണി അടുത്തായിട്ടുണ്ടെന്ന് കഴിയുമ്പോ. എന്നിട്ട് ഞാൻ മൂപ്പരുടെ വണ്ടി എടുത്ത് നേരെ റോട്ടിലേക്ക് ഇറങ്ങിയതാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ റോഡ് നിരന്ന് കിടക്കല്ലേ. ഒന്നട ആക്സിലേറ്റർ കൂട്ടി കൊടുത്തുള്ളൂ. അപ്പോഴൊക്കെ എവിടുന്നാണെന്ന് അറിയില്ല ഒരു പട്ടി വന്ന് നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്യടിച്ചു. ഈ പട്ടിക്ക് ചെന്നങ്ങോട്ട് ഇടിച്ചിട്ട് പട്ടി ഒരു വഴിക്കാണ്ട് പോയി. പക്ഷെ വണ്ടി എന്ന് പറഞ്ഞ് വണ്ടി ഒരു സൈഡിലേക്ക് ഞാൻ വേറൊരു സൈഡിലേക്ക് ആയി. മുഖമൊക്കെ റോഡ് കൂടെ വെച്ചാണ്ട് വരച്ചിട്ട്. എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു, പക്ഷെ പട്ടിക്ക് ശ്രദ്ധ ഇല്ലാണ്ട് പോയി. അതല്ലേ ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ. ചിലവരുടെ പട്ടി വട്ടം ചാടിയിട്ട് ആള് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അതേന്നെ, ഇത് ഇവിടുന്ന് അന്ന് നടന്നു പോയ ആളാണ്. വല്ല കാര്യമുണ്ട് ആ സ്കൂട്ടർ എടുത്തോണ്ട് വരണ്ടത്? എടി അങ്ങേരുടെ പാല് കാച്ചലാണ്. പണി നേരത്തെ തീർത്തു കൊടുക്കണം. അപ്പൊ രാവിലെ തന്നെ പണിക്ക് ചെല്ലാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്ത് പോകുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വരുന്നുള്ളത് അറിയില്ലോ. ഏത് നേരത്താണ് ആ കുരുത്തം കെട്ട പട്ടി വന്ന് ചാടിയത് എനിക്കറിയാൻ വയ്യ. ഇതിപ്പോ നമ്മളാകെ പെട്ട് പ്യാരി. പണിക്കും പോവാൻ പറ്റൂല. നമ്മളൊക്കെ അന്നന്ന് കിട്ടണോണ്ട് കഴിയണല്ലേ. ഇതിപ്പോ കോവിഡ് കഴിഞ്ഞ് കുറച്ചു ദിവസം പണി കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ചാണ്. അത് മുഴുവൻ ആശുപത്രിയിൽ പോയി. വാടക കൊടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ. ഇനിയിപ്പൊ അതൊക്കെ എന്ത് ചെയ്യുമെന്നാണ്. കടവും കടത്തുമ്മ കടവും. ആ രാഘവേട്ടപ്പോ 1 നാളായിട്ട് വരും. അയാൾക്ക് ഇപ്പൊ ഈ വാടകയുടെ അത്യാവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും വന്ന് ചോദിക്കും. കറക്റ്റ് ടൈമിന് വരുമെന്ന്. കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു ഒന്നും മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല. തല പോയാലും മൂപ്പർക്ക് വാടക വേണം. ആ കോവിഡിന്റെ സമയത്ത് ഒരു 2 മാസം കഴിഞ്ഞിട്ട് തരാൻ ഞാൻ വാടക എന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല എന്നയാള്. ഒന്നും പറഞ്ഞ് വെറുപ്പിക്കാൻ നിൽക്കണ്ട. ഈ സമയത്ത് ഇനി ഇവിടുന്ന് കൂടി ഇറങ്ങാൻ പറഞ്ഞ എങ്ങോട്ട് പോകാനാണ്? അതൊക്കെയാണ് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല പേര്. ചെയ്യാനാണ്. ആ സത്യമായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതുപോലെ തെരുവുവെട്ടി കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾക്കേ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ധനസഹായം കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടൂ? ആ നമ്മുടെ ആ സജീവൻ ഇതുപോലെ ഉണ്ടായപ്പോ അവൻ അതിനുവേണ്ടി നടക്കണ്ടായി. ആ അയ്യോ, എന്നാ പിന്നെ നമുക്ക് കിട്ടേണ്ടതാണല്ലോ. പിന്നെ അല്ല, അങ്ങനെ പൈസ തരൂ? നമുക്ക് ചെലവായ പൈസ കിട്ടുമെന്നാ കേൾക്കണത്. ഈ ഡോക്ടർ ഇല്ലേ, ആ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്ന് പഞ്ചായത്തിൽ ചെന്നാ മതി. എന്നാ നമുക്ക് എന്തായാലും കൊടുക്കട്ടാ. അതിപ്പോ അത് കിട്ടി കഴിഞ്ഞാൽ വലിയ ആശ്വാസം. അത് തന്നെ, ആ വാടക കൊടുക്കാനുള്ള പൈസ എങ്കിലും ഉണ്ടാവുമല്ലോ. എന്നാ നമുക്ക് ഡോക്ടറോട് പോയെന്ന് ചോദിക്കാം. ഒന്ന് ആശ്വാസമായാൽ നിങ്ങൾ രണ്ടും കൂടി ചെന്നിട്ട് ആ ഡോക്ടറെ ഒന്ന് കാണും. ഞാനന്ന് ഈ പണി ചെയ്തിട്ട് വരാം. പിന്നെ അത് വെച്ചോ. വേണ്ടേ? എന്നെ പണി പഠിപ്പിച്ച ആശാനിൽ ഇത് ഇരിക്കട്ടെ. എന്നാ വാങ്ങിക്കോ.
ചേച്ചി വെച്ച എന്തേലും ചെറിയ അത്യാവശ്യങ്ങൾക്കേ. അപ്പൊ എന്തേലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടാ. ഓ ആയിക്കോട്ടെ, എന്ത് കാര്യം ഉണ്ടാവാനാണ് വെറുതെ ഇല്ല, വിളിച്ചോ എന്തുണ്ടെങ്കിലും. ഞാനിത് ഉച്ച കൊണ്ട് അങ്ങോട്ട് തീർക്കും. വലിയ പബ്ലിസിറ്റി കൊടുക്കണ്ട. ഇല്ല ഇല്ല ഇല്ല. ആ ഞാൻ എല്ലാരോടും പറയുവേ. ഏട്ടാ നമുക്ക് എന്നാ ഇന്ന് തന്നെ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചാലോ സർട്ടിഫിക്കറ്റ്? ഇന്നിനിപ്പോ പോണോ? നാളെ പോവാം. എന്നാ നാളെ രാവിലെ പോവാം. സത്യശീലൻ, സത്യശീലൻ ആ ഉണ്ടോ? ആളുണ്ടോ? ഉണ്ട് ഉണ്ട്, വിളിക്കും. ഞാൻ വിളിക്കാം. സത്യേട്ടാ, സത്യേട്ടാ. ആ പത്മ സാറേ, പതുക്കെ. ഒന്നും പറയണ്ട, ആകെ കാലക്കേട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്വവും കൃത്യതയും ഇല്ലെങ്കിൽ ഇതല്ല ഇതിലും വലുത് വരും. എന്റെ കൊച്ചേ, എങ്ങോട്ട് നോക്കിയേ? കഴിഞ്ഞ മാസം എന്റെ വീടിന്റെ പാല് കാച്ചി വെച്ചിരുന്നതാണ്. നിങ്ങളുടെ പെയിന്റിങ്ങിന്റെ പണി തീരാത്തോണ്ട് മാത്രമാണ് ഈ മാസത്തോട്ട് മാറ്റിയത്, ഇല്ലേ? അതെ, അത് തിരക്ക് കൂടുതലായതുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം എന്റെ വീട്ടിൽ വന്ന് ആ പണി തീർത്തു തന്നിരുന്നെങ്കിൽ ഈ മാസം ഇപ്പൊ തന്റെ പണിക്ക് വേണ്ടിയിട്ട് എന്റെ സ്കൂട്ടർ എടുത്തോണ്ട് പോയി അടുത്ത ദിവസം രാവിലെ വരേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നോ? അല്ല, അതിപ്പോ ഏതായാലും ഞാൻ ചോദിച്ചോട്ടെ, അതിന് സമാധാനം പറയും. ഇല്ലല്ലോ ഇല്ലല്ലോ. അപ്പൊ തന്റെ പിടിപ്പുകേടാ. മാസത്തിൽ 30 ദിവസമേ ഉള്ളൂ, പക്ഷെ ഇയാൾക്ക് 35 ദിവസവും പണിയുണ്ട്. എല്ലാ പണിയും പിടിച്ചിടും. എന്നിട്ട് മറ്റുള്ളവന്റെ പണി സമയത്ത് തീർത്തു തരൂല. താൻ വീണേന്റെ അന്ന് രാത്രി നല്ല വിഷമം ഉണ്ടായി എനിക്ക്, എങ്ങനെ ബാക്കി പണി തീർക്കും എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും എന്റെ ഭാര്യ എന്റെ മക്കളും കൂടെ പെയിന്റും ബ്രഷും എല്ലാം കൂടെ എടുത്ത് ഒരു രാത്രി കൊണ്ട് തന്നെ അടുക്കള ഫുൾ അങ്ങ് അടിച്ചു തീർത്ത്. അതോടെ പണി തീർന്ന്. ഈ അടുക്കള അടിക്കാൻ 2 ദിവസം വേണമെന്ന് പറഞ്ഞാണ്. ഭയങ്കര കഷ്ടമാണ് നിങ്ങളെയൊക്കെ. പിന്നെ അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പൊ എന്റെ വിഷയമല്ല. എങ്ങനെ നമ്മുടെ ബാക്കി കാര്യം? ബാക്കി ഇനിയിപ്പോ 15 ദിവസം അങ്ങനെ ഒതുങ്ങിയിരിക്കണം എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇനി ഡോക്ടറെ പോയിട്ട് കാണണം. അപ്പൊ എന്താ പറയാന്നുള്ളത് അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ ഇതല്ലേ ചോദിച്ചു, ഇത് എന്റെ വിഷയമല്ല. ബാക്കി പണിയുടെ കാര്യം എങ്ങനെയാന്ന്? അല്ല മുതലാളി, പണി തീർന്നില്ലേ? വീട് പണി തീർന്നു. ആ, പക്ഷെ താൻ കൊണ്ടുപോയി തള്ളിയിട്ടില്ലേ എന്റെ വണ്ടി? എന്റെ അച്ഛന്റെ വണ്ടി ഞാൻ ഒരു മനുഷ്യന് ഇതുവരെ കൊടുത്തിട്ടില്ല. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ്. ആദ്യമായിട്ട് കൈമാറി ഓടിച്ച ഇയാൾ അത് അതിനെ കൊണ്ട് അങ്ങനെയാക്കി. ടിപ്പുവിന്റെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. 8000 രൂപയാണ് പണിക്ക് പറഞ്ഞേക്കുന്നത്. 8000 രൂപ? പിന്നെ ഒരു കാര്യം ചെയ്യും, താൻ മുഴുവനൊന്നും കൊടുക്കണ്ട. ഒരു 1000 രൂപ ഞാൻ കൊടുത്തേക്കാം, ബാക്കി 7000 രൂപ താൻ കൊടുത്തേക്കാം. ഞാന് മുതലാളി ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഏതായാലും ഇപ്പൊ എത്ര പൈസയാണ് ആവുക, അത് മുതലാളി അങ്ങ് കൊടുത്തോ. പക്ഷെ ആ പൈസ ഞാൻ തരാം. പൈസ അങ്ങനെ കൊടുക്കണില്ല ഞാൻ. അല്ല, അത് ഞാൻ തരാം. താൻ ഇതുപോലെ പറഞ്ഞാണ് താൻ പെയിന്റിങ്ങിന് എന്റെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചത്. അതിലും കണക്ക് നോക്കിയാൽ കുറെ എനിക്ക് ഇങ്ങോട്ട് തരാറുണ്ട്. അത് പോട്ടെ, 2 ദിവസത്തിനകത്ത് വർക്ക്ഷോപ്പിൽ പൈസ കൊടുത്തില്ലെങ്കിൽ സത്യശീല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. എന്റെ വണ്ടി മോഷണം പോയി. താൻ കള്ളനാവും. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യണ്ട. അല്ല അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ചെയ്യേണ്ടി വരും എനിക്ക്. അല്ല, ഇതെന്താ വേറെ കാര്യണ്ടേ? അതായത് പെട്ടെന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ല, അതാണ്. പക്ഷെ ഞാൻ എനിക്ക് ഇതിന്റെ ചികിത്സാ സഹായം കിട്ടാനുണ്ട്. അപ്പൊ ആ പൈസ കിട്ടുമ്പോ ഞാൻ ഈ പൈസ ഇങ്ങോട്ട് തരാം. അതാ ഞാൻ പറഞ്ഞ മുതലാളി, കിട്ടുമല്ലോ. കിട്ടും. അപ്പൊ ആരെങ്കിലും മേടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കുക. എനിക്ക് വണ്ടി എന്റെ അച്ഛനെ ഒരുപാട് അതിനകത്ത് ഇട്ടേക്കാൻ പറ്റില്ല. എനിക്ക് വണ്ടി എത്രയും പെട്ടെന്ന് പണി കിട്ടണം കേട്ടാ. 2 ദിവസം ഞാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോകും. ഒന്ന് പറഞ്ഞു വിടുവോ വെച്ചേ. കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ, ഒരു മണവും ഇല്ല, ഗുണവും ഇല്ല, പണിക്കും പോവില്ല, പണിയും ചെയ്യൂല, ഇങ്ങനെ നടക്കും ആളുകളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. കഷ്ടമാണ് ഇവനെയൊക്കെ. ബാക്കിയുള്ളവനെ ഇവിടെ ഇല്ല, പണി അറിയാനുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് പരിചയമായിട്ട്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ നാളേക്കൊന്നും വെക്കണ്ട, ഇന്ന് തന്നെ പോവാ ആശുപത്രിക്ക്. അതല്ലേ? ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് തരുമോന്ന് ചോദിക്കാം അല്ലേ? എന്നിട്ട് പോയിട്ട് മേടിക്കുക. എന്നിട്ട് ആദ്യം ഇവന്റെ ഈ കശ്മലിന്റെ പൈസ കൊടുക്കുക. അത് പിന്നെ കൊല്ലപ്പ് തീർന്നല്ലോ. എന്നിട്ട് ആ വാടക കുടിശ്ശിയും തീർത്തിട്ട് പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കടങ്ങളുണ്ടല്ലോ, അതും കൂടെ എടുത്ത് തീർക്കുക. പിന്നെ വിഷയമില്ലല്ലോ, സമാധാനത്തോട് ജീവിക്കാലോ. വേദന ഉണ്ട് അല്ലേ? അല്ല, പ്ലാസ്റ്റർ അഴിച്ചിട്ടും ഒരു വളവുണ്ടല്ലോ. അത് പണ്ടത്തുള്ള വളവാണ്. ചെറുപ്പത്തിലുള്ളതാണോ? ഒരു 35 രൂപയുടെ കരിക്കിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിൽ ആരെങ്കിലും തെങ്ങുമ്പോ കയറും? അത് ഭാര്യക്ക് കടയെന്നാ മേടിച്ചു കൊടുത്താ പോരെ? അതാ അവള് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാവും. നീരുണ്ട്. ഞാനൊരു ഓയിന്റ്മെന്റ് തന്നിട്ടില്ലേ? ഒരു ഓയിന്റ്മെന്റ് തന്നിട്ടില്ലേ? അതൊരു മാസം പുരട്ടണം. അതൊരു മാസം പുരട്ടിയതാണ്. ഒന്നാമത് ഈ ഹോസ്പിറ്റലൊന്നും വന്നത് പ്ലാസ്റ്റർ ഇട്ടാ ശരിയാവില്ല.
വീട്ടില് വന്ന് കണ്ടാ മതിയായിരുന്നില്ലേ? ആരെ എന്റെ അതിന് കാശ് കിട്ടണ്ടേ? പിന്നെ കാശ് ചെലവാകും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേദന കൊണ്ടിരിക്കേണ്ടി വരും. ആ, ഭാര്യയോട് പറഞ്ഞു ഭാര്യനെയും കൂട്ടിയിട്ട് മാറിയില്ലെങ്കിൽ വീട്ടിൽ വന്നാ മതി കേട്ടാ. ആ ശരി, പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ. ഒന്ന് പൊക്ക് സാറേ. ആ അയ്യോ പതുക്കെ പതുക്കെ ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. ഈ കാല് കഴിയുന്നത് ഊന്നണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഊന്നി നടക്കണം, മടക്കിയിട്ട് ഇങ്ങനെ നടക്കണം ഈ കാല്. ആ, റെസ്റ്റ് കൊടുക്കരുത്, എപ്പോഴും എക്സസൈസ് ചെയ്യണം കേട്ടോ. ആ പിന്നെ എണ്ണ ഉപയോഗിക്കരുത് കേട്ടാ. അയ്യോ, ഇപ്പൊ പൊരിച്ചോ വറുത്തൊന്നും കഴിക്കാൻ പാടില്ലേ? അതല്ല, ഈ കാലിലെ എണ്ണ ഒന്നും പുരട്ടരുത്, ഓയിന്റ്മെന്റ് മാത്രമേ തേക്കാവൂ. ആ പൊക്കോളൂ. അതാ വീട്ടിലെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ മാറിപ്പോയി. സാറേ നമസ്കാരം. എന്തേ? അല്ല, അന്ന് ഡോക്ടർ നോക്കിയിരുന്നല്ലോ. ഞാനാണോ നോക്കിയത്? അതെ, മറ്റേ പട്ടി കുറുകെ ചാടിയിട്ട് കയ്യിന് എല്ല് പൊട്ടിയിട്ടേ. ആ, വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നെ? ഇല്ല, വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല. അതാണ് ഓർമ്മ കിട്ടാത്തത്. നമ്മളിപ്പോ ഇവിടെ ആര് വന്നാലും വീട്ടിൽ വന്ന് എന്നെ കാണുമായിരുന്നു. അപ്പൊ അവരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഒരുപാട് പേര് വരുന്നോണ്ട് അങ്ങനെ ഓർക്കാറില്ല. ഇതിപ്പോ എന്നാണ് ക്ലാസ് ഇട്ടത്? ഇത് 4 ദിവസമായി. പിന്നെന്തിനപ്പോ വന്ന് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വരാനാവില്ല പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഇതിന് 15 ദിവസം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. അപ്പൊ വന്നാ മതി, അതുവരെ ഇതിങ്ങനെ ഇളക്കാതിരിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. അതല്ല ഡോക്ടറെ, ഈ തെരുവ് നായ കൊണ്ടുണ്ടാവണ അപകടങ്ങൾക്ക് പൈസ കിട്ടും പഞ്ചായത്തിൽ നിന്ന്. ആ, അത് കിട്ടും കിട്ടും. അപ്പം അതിനൊന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് വിചാരിച്ചേ. അതെന്താ അറിയോ, ഇതിപ്പോ പൊട്ടി എത്ര കണ്ട് ചെലവായിട്ടുണ്ട്, ഇനി എത്ര ദിവസം വെറുതെ ഇരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്യണം. അപ്പൊ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതിനെന്താ, അത് തരാലോ. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ അതിന്റെ ഫോമൊക്കെ എടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് സീൽ വെച്ച് തരുമ്പോ ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കും. കാരണം അത് അവരവിടുന്ന് എടുത്ത്, ഒരുപാട് സ്റ്റാഫുള്ള അവരവിടുന്ന് എടുത്ത് തന്നിട്ട് വേണം അത്. അയ്യോ സാറേ, ഇതിപ്പോ ഇന്ന് കിട്ടിയാൽ നമുക്ക് നാളെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് പറ്റും. വീട്ടിലേക്ക് വന്നാൽ മതി, വീട്ടിലെ ഫോമൊക്കെ ഇരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഞാനത് ഫില്ല് ചെയ്തിട്ട് തരാം. അപ്പൊ അതങ്ങനെ ആകുമ്പോ അത് ഇവിടെ കൊണ്ടുവന്ന് സീൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നാളെ തന്നെ കൊണ്ടു കൊടുക്കാൻ പഞ്ചായത്ത്. ഞാനെന്നും ഹോസ്പിറ്റലിൽ 5 മണി വരെ ഉണ്ടാവുള്ളൂ. 5 മണി കഴിഞ്ഞാൽ 9 മണി വരെ എന്നും വീട്ടിലാണ് ചികിത്സ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ 5 മണിക്ക് 500 രൂപ ഇട്ടുണ്ട് വീട്ടിലേക്ക് വന്നോളൂ. 500 രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാനിത് ഫോം ഫില്ല് ചെയ്ത് തരാം. അപ്പൊ സാറ് ഞങ്ങൾ അവിടെ വന്നാലും സീല് വെക്കാൻ ഇവിടെ വരണ്ടേ? വരണം. അപ്പൊ എന്നാ സാറ് നാളെ വരുമ്പോ ഇന്ന് ഒപ്പിട്ടിട്ട് കൊണ്ടുവന്ന സീല് വെച്ച് ഇവിടുന്ന് മേടിക്കാല്ലോ. അല്ല, നാളെ ഞാൻ ലീവാ. ഇനി ഒരാഴ്ച ഞാൻ ലീവാണ്. കാരണം അവിടെ കുറെ പേഴ്സൺ അവരെ നോക്കണം, അതുകൊണ്ട് ഇവിടെ ലീവാ ഞാൻ. നിങ്ങൾ അവിടുന്ന് പഞ്ചായത്തിലേക്ക് നാളെ വരണതിന്റെ മുമ്പ് നേരെ ഇവിടെ വന്ന് ഉണ്ണിയെ കൊണ്ടൊരു സീലേക്ക് 50 രൂപ കൊടുത്തിട്ട് എന്നിട്ട് നേരെ പഞ്ചായത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്ക്. കിട്ടാനുള്ള കാശ് എന്തിനും നമ്മൾ മേടിക്കാണ്ടിരിക്കുന്നത് കേട്ടോ. പോയിക്കോളാം. ശരി ശരി. 5 മണിക്ക് കേട്ടോ. കയ്യ ഇളക്കരുത് കേട്ടോ. ഇളക്കരുത്. ഇല്ല. അങ്ങനെയാണ് ബുദ്ധിയുള്ളവരങ്ങനെയാ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നറിയാം. അല്ലാത്തവരിങ്ങനെ മാസങ്ങളോളം വേദന അനുഭവിച്ചിരിക്കുക. ആൾക്കാർ കേൾക്കൂട്ടാ. ഇത് അകത്തിരുന്നാ മതി ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, ഒരു വെളിച്ചം കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിന്റെ ഉള്ളിലിരുന്ന് മടുത്തു. അതെ, സത്യത്തിൽ ഒരു TV ഒക്കെ വേണം കേട്ടോ വീട്ടില്. വേണം പറയാ. വേണ്ട. വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് പിന്നെ അത്യാവശ്യം അല്ലേ. ബാക്കിയെല്ലാം തികഞ്ഞിരിക്കും ഇവിടെ. അല്ല, എന്നാലും വന്നു ഒരാൾ കേട്ടാ. എന്താ നിങ്ങൾ വിചാരം? വാടക എത്ര മാസമായി തന്നിട്ട്? വാടക തരണ്ടത് അതെപ്പ തരല്? കൈക്കിൽ ഇപ്പൊ പൈസ ഇല്ലാണ്ടാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഈ വീട് വാടക കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. എനിക്ക് ഈ പൈസ കിട്ടാണ്ടാവില്ല.
അല്ല രാഘവേട്ടൻ അറിഞ്ഞില്ലേ വണ്ടീന്ന് വീണത് കയ്യൊക്കെ? ആ വണ്ടിയിൽ നിന്ന് വീണ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്ക് പൈസ തന്നെ വേണം. അത് ഇപ്പൊ നിങ്ങൾക്ക് സൂക്കാടാന്ന് പറഞ്ഞാലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അല്ല കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെ തരാനാ രാഘവേട്ടാ? എന്നാ നിങ്ങൾ വീട് ഒഴിഞ്ഞേന്നേ, ഞാൻ വേറെ കൊടുത്തിട്ട് വാടക പണിക്കൂലേ? അങ്ങനെയൊന്നും പറയല്ലേ രാഘവേട്ടൻ, ഞങ്ങളുടെ അവസ്ഥ പിന്നെ ഇതായത്. ഞാൻ എങ്ങനെ പറയണ്ടേ? പിന്നെ രാഘവേട്ടാ നിങ്ങളിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പെരുവഴിയിലാവും. അതൊന്നും എനിക്ക് ആലോചിച്ച് അങ്ങനൊന്നും എനിക്ക് സഹതാപമൊന്നും നടന്നാൽ എന്റെ കാര്യം നടക്കൂല. എനിക്ക് ഇപ്പം വാടക കിട്ടണം. എപ്പോ തരും അതാ പറയണ്ടേ. പിന്നെ മാത്രല്ല രാഘവേട്ടൻ വലിയ മനസ്സുള്ള ആളല്ലേ, ഇതും കൂടി ഒന്ന് ക്ഷമിക്ക്. അങ്ങനെ വലിയ മനസ്സൊന്നും എനിക്കില്ല. പൈസന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മനസ്സേ ഇല്ല എനിക്ക്. അല്ല ഇപ്പൊ കുറച്ച് പൈസ കിട്ടാനുണ്ട്, അപ്പൊ തരാം. എപ്പോ കിട്ടും? എപ്പോ കിട്ടത്? ഒരാഴ്ച, ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച. 3 ആഴ്ച? 3 ആഴ്ച ഉള്ളിൽ കിട്ടും. 3 ആഴ്ച ഉറപ്പാന്നല്ല? ഓ 3 ആഴ്ച ഉറപ്പ്. എന്നാ പിന്നെ ഉറപ്പാണ്. ഇല്ലെങ്കിൽ വീട് കഴിഞ്ഞ് വരേണ്ടി വരും. ഓ ആ വേറെയും കുറെ ആൾക്കാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാണ്ട് കൊടുക്കും. ആ പാട്ടി പൈസ കിട്ടിയിട്ട് ഇയാളുടെ കൊടുത്തു തീർത്താ ഒരു സമാധാനം കിട്ടും. ഏട്ടാ എന്നാലും ഇവിടെ വന്ന ഒറ്റണത്തിന് മനുഷ്യത്തല്ല കേട്ടോ. അവർക്ക് എന്തിനാ മനുഷ്യത്വം? അവര് വാടക വെച്ചില്ലേ? അല്ല എന്നാലും ഈ കൈ കാണുമ്പോ ഒന്ന് ചോദിക്കൂലേ എങ്ങനെ ഉണ്ടെന്ന്? അവര് വാടക ചോദിച്ചില്ലേ? അവർക്ക് വാടകയല്ലേ കാര്യം. പിന്നെ അതുപോലെ മന്മഥൻ വന്നിട്ട് അവന്റെ സ്കൂട്ടറിന് ചെലവായിട്ടുള്ള പൈസ, അവർക്ക് അതല്ലേ കാര്യം. അവരത് ചോദിച്ചു, അതന്നെ. ഇതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ഇപ്പൊ ഇന്ന് പോയാൽ നടക്കുവോ? ഇന്നിപ്പോ പഞ്ചായത്തിൽ പോയ സമയം കഴിഞ്ഞില്ലേ? സമയം കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ പോവാം. അന്ന് രാവിലെ പോണം. നാളെ രാവിലെ പോയിട്ട് അവരോട് പറയാം ഉച്ചയ്ക്ക് തന്നെ പൈസ തരണമെന്ന്. അപ്പൊ വൈകിട്ട് ഇവർക്ക് കൊടുക്കാലോ. അങ്ങനെ തരുമോ? ചോദിച്ചു നോക്കാം, നമ്മുടെ അത്യാവശ്യമുള്ളൂ.